ഇന്ന് പലർക്കും മലം പോകുന്ന സമയത്ത് ഈ രക്തം കണ്ടെന്ന് ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട്. ഒരുപാട് കേസസ് എൻ്റെ ഒ പിയിലായാലും പല പേഷ്യൻസും പറയാറുണ്ട്. ഈ മലം പോകുന്ന സമയത്ത് ഒരു ചെറുതായിട്ടൊരു ബ്ലീഡിങ് പോലെ, അതേപോലെ മലദ്വാരത്തിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഭയങ്കര വേദന അനുഭവപ്പെടുക. അപ്പം പലരും ഇങ്ങനെ രക്തം കാണുമ്പോൾ തന്നെ എല്ലാവരും ചിന്തിക്കുന്നത് അത് പൈൽസിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ഹെമറോയിഡ്സ് അല്ലെങ്കിൽ മൂലക്കുരുവിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ഒരു പ്രശ്നം കാണിക്കുന്നത്. പക്ഷേ നമുക്ക് ഇന്റേണലി പല കോസസ് അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ മലം പോകുന്ന സമയത്തായാലും ഈ പറഞ്ഞിട്ടുള്ള രക്തം കണ്ടെന്ന് വരാം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ബ്ലഡി സ്റ്റൂൾസ് അല്ലെങ്കിൽ മലത്തിലൂടെ രക്തം പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ക്യുഎൻബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. മലദ്വാരത്തിൻ്റെ അവിടെ നിന്നും ബ്ലഡ് വരിക അല്ലെങ്കിൽ രക്തം വരിക, മലം പോകുന്ന സമയത്ത് ഒരു സ്ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ് റെഡ് കളറിൽ ബ്ലഡ് ഡിസ്ചാർജസ് ആയിട്ട് കാണിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ നോക്കുമ്പം ഒന്നാമതായിട്ട് നമുക്ക് പറയാം, പൈൽസിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെമറോയിഡ്സ് മൂലക്കുരുവിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ മലം പോകുന്ന സമയത്ത് രക്തം കണ്ടെന്ന് വരാം. പൈൽസ് ചിലപ്പോൾ അത് ഇൻറ്റേർണൽ പൈൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ പൈൽസ് ആയിരിക്കും. ഒന്നിൽ അകത്തായിട്ട് മൂലക്കുരുവായിട്ട് കാണിക്കാം, അല്ലെങ്കിൽ എക്സ്റ്റേണലി ആയിട്ടും ഇത് രൂപപ്പെടാവുന്നതാണ്. പൈൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ആ ഒരു മലദ്വാരത്തിന്റെ ഭാഗത്തായിട്ട് ഒരുപാട് രക്തക്കുഴലുകൾ ഉണ്ട് അല്ലേ. ആ രക്തക്കുഴലുകൾക്ക് ഒരു ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ട് സംഭവിക്കുമ്പോഴാണ് ഈ പറഞ്ഞിട്ടുള്ള പൈൽസിന്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മലദ്വാരത്തിന് ചുറ്റുമായിട്ടും ബ്ലീഡിങ്ങും അതേപോലെ ഒരു മാസമൊക്കെ പ്രൊട്രൂഡ് ചെയ്ത് വരുന്നത്. ഈ പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന് പറയുമ്പം അതിന്റെ മെയിൻ കോസസ് അല്ലെങ്കിൽ കാരണങ്ങൾ എന്ന് പറയുമ്പം പല ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആയിരിക്കാം, ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളായിരിക്കാം, ഒട്ടും ഫൈബർ ഇല്ലാത്ത ആഹാരങ്ങൾ കഴിക്കുക, നമ്മളെ മലം ഭയങ്കരമായിട്ട് കട്ടിയാവുന്നതിന്റെ കാരണങ്ങൾ എന്താണ്, ഒട്ടും ജലാംശം ശരീരത്തിൽ എത്തുന്നില്ല, ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നില്ല, കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുക, ആ ഒരു ആനൽ റീജിയൻ കൂടുതൽ പ്രഷർ സംഭവിക്കുക, ഓവർ വെയിറ്റ് കാരണം പ്രഗ്നൻസിന്റെ ഭാഗമായിട്ടൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ഹെമറോയിഡ്സിന്റെ പ്രശ്നങ്ങൾ കാണിക്കാവുന്നതാണ്. അപ്പോൾ പൈൽസിന്റെ പ്രശ്നം അല്ലെങ്കിൽ ഹെമറോയിഡ്സിന്റെ ഒക്കെ പ്രശ്നമുള്ള സമയത്ത് നമ്മൾ ഭക്ഷണം കൃത്യമായിട്ട് ക്രമീകരിക്കാൻ ശ്രമിക്കുക. അതിന് പകരം നമ്മൾ എക്സ്റ്റേണലി അതിന്റെ ടാബ്ലറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബോഡി പിന്നെ ആ ഒരു മെഡിസിനിൽ ഡിപ്പെൻഡഡ് ആയി പോകും. അപ്പോൾ അവിടെ നമ്മളൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകളെ നമുക്ക് ആ ഒരു റൂട്ട് കോസ് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പൈൽസിന്റെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള മലം പോകുന്ന സമയത്ത് രക്തം കണ്ടെന്ന് വരാം. ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ ആയാലും ആ ഒരു മലദ്വാരത്തിന്റെ ഭാഗത്തുള്ള വെസൽസ് ബ്രേക്ക് ആയിട്ട് ഒരു ഫിഷർ പോലെ കാണിക്കുക. അപ്പോൾ ഫിഷർ ഒരു സെക്കൻഡ് കോസ് ആയിട്ട്, ആനൽ ഫിഷർ എന്ന് പറഞ്ഞ കണ്ടീഷൻസ് ആയിട്ടും നമുക്ക് പറയാം. ആനൽ ഫിഷർ തന്നെ സൂപ്പർഫിഷ്യൽ ഫിഷർ ആയിട്ട് കാണിക്കും, ഡീപ്പ് ഫിഷർ ആയിട്ടും ഉണ്ട്. സൂപ്പർഫിഷ്യൽ എന്ന് പറയുമ്പോൾ ആ ഒരു ഔട്ടർ സർഫസിൽ മാത്രം ചെറിയൊരു മുറിവുകൾ കാണിക്കുന്നത്. ഡീപ്പ് ഫിഷർ എന്ന് പറയുമ്പോൾ ഇന്റേണലി ഉള്ള മസിൽസും ടെൻഡൻസും ലിഗമെന്റ്സും ഒക്കെ ചിലപ്പോൾ ഒരു ബ്രേക്കേജ് സംഭവിക്കുക, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇന്റേണൽ സ്ട്രക്ചേഴ്സിന് ഒരു ഇഞ്ചുറി സംഭവിക്കുമ്പം, ഒരു ബ്രേക്ക് സംഭവിക്കുമ്പോഴാണ് അത് ബ്ലീഡിങ് ആയിട്ട് ഒരു ഫിഷറായിട്ട് കാണിക്കുന്നത്. അതിൻ്റെ ഒരു കോസ് എന്ന് പറയുമ്പം ചിലപ്പം ഈ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ മലം കട്ടിയായിട്ട് പോവുക, മലബന്ധ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകാത്ത പ്രശ്നങ്ങളുള്ള ആളുകൾക്കാണ് ഈ ഫിഷറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സിംറ്റം ആയിട്ട് നമുക്ക് കാണിക്കുന്നത്. അതിൻ്റെ ഒരു മെയിൻ ലക്ഷണം എന്ന് പറയുന്നത് മലം പോകുന്ന സമയത്ത് ഒരു ബ്രൈറ്റ് റെഡ് കളേർഡ് ബ്ലഡ് പോയി എന്ന് വരാം. അപ്പോൾ ഫിഷർ ഒരു സെക്കൻഡ് കോസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇനി തേർഡ് തിങ്, ഇപ്പോൾ കുട്ടികൾക്കാവട്ടെ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്ക്, മെജോറിറ്റിയും കുട്ടികൾക്കാണ് ഇന്നിപ്പം വിരയുടെ ശല്യം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കണ്ടുവന്നിട്ടുണ്ട്. വിരശല്യം എന്ന് പറയുമ്പം ഈ ആൻഗൈലോസ്റ്റോമ, ഡിയോഡിനൽ അല്ലെങ്കിൽ പല രീതിയിലുള്ള മൈക്രോ ഓർഗാനിസംസ് കുട്ടിയുടെ ദഹനത്തിനെ ബാധിക്കുകയും അത് വിശപ്പിൻ്റെ ആ ഒരു കാഠിന്യം കുറയ്ക്കുകയും അവർക്ക് ഓക്കാനം, ഛർദി, സ്കിന്നിൽ റാഷസ് ആയിട്ടും വെയിറ്റ് കുറഞ്ഞു പോകുന്നൊക്കെ പ്രശ്നങ്ങൾ കുട്ടികളിൽ കണ്ടെത്തുന്നുണ്ട്. അതായത് വിരശല്യത്തിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. അപ്പോൾ ആ ഒരു സമയത്തായാലും കുട്ടികൾക്ക് മലദ്വാരത്തിൻ്റെ ചുറ്റുമായിട്ടും ചൊറിച്ചിൽ അനുഭവപ്പെടാം, ചിലപ്പോൾ മലം പോകുന്ന സമയത്ത് രക്തം കണ്ടെന്ന് വരാം, അതേപോലെ വിശപ്പില്ലായ്മ കാണിക്കാം, വെയിറ്റ് കുറഞ്ഞു പോകാം, അമിതമായിട്ട് ക്ഷീണം കാണിക്കാം, ഇടയ്ക്കിടയ്ക്ക് പനി വരിക, അതേപോലെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് വീക്കായി പോകുന്നത്. ഇതൊക്കെയാണ് മെയിൻലി വേം ഇൻഫെക്ഷൻസിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ വിരശല്യത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ വിരശല്യം ഉണ്ടെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള കുട്ടികൾക്കൊക്കെ മലം പോകുന്ന സമയത്ത് രക്തം കണ്ടെന്ന് വരാം. ഇനി നാലാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും അൾസർ പ്രശ്നങ്ങളുണ്ട്.
അപ്പം ഈ ഇൻഡസ്റ്റൈൻസ് അല്ലെങ്കിൽ കുടലിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് അൾസർ രൂപപ്പെടുക, കോളോറെക്ടൽ അൾസർ ഫോർമേഷൻസോ അല്ലെങ്കിൽ കോളൈറ്റിസ് പോലത്തെ അൾസർ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അങ്ങനെയും നമുക്ക് രക്തം കണ്ടെന്ന് വരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമാശയത്തിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് അവിടെയുള്ള ഭിത്തികളിലൊക്കെ ഒരു അൾസർ ഫോർമേഷൻസ് ഉണ്ടെങ്കിൽ, ഗാസ്ട്രിക് അൾസറോ ഡിയോഡിനൽ അൾസറോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള മലം പോകുന്ന സമയത്ത് രക്തം കാണിച്ചെന്ന് വരാവുന്നതാണ്. അപ്പോൾ അൾസർ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ മെഡിസിൻസ് എടുത്തിട്ട് യാതൊരു രീതിയിലുള്ള എഫക്റ്റും ഉണ്ടാവില്ല. മെഡിസിൻസ് എടുക്കും, നമ്മളിപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോൾ അത് നമ്മുടെ ഗട്ടിൽ ഉണ്ടാകുന്ന ബാക്ടീരിയാസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. നല്ല ബാക്ടീരിയാസിനെ ഡിസ്ട്രോയ് ചെയ്തിട്ട് പിന്നെയും ഗ്യാസ് ട്രബിൾ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അൾസർ പ്രശ്നങ്ങളുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ്. ഭക്ഷണം ക്രമീകരിക്കുക, സമയത്തിന് ആഹാരം കഴിക്കുക, കൃത്യമായിട്ട് ഉറങ്ങുക, വെള്ളം കുടിക്കുക, സ്ട്രെസ് കൺട്രോൾ ചെയ്യുക. ഇങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ ഒന്ന് ബാലൻസ് ചെയ്ത് പോയാൽ തന്നെ അൾസറിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ആ ഒരു റൂട്ട് കോസ് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഇപ്പോൾ പ്രഗ്നൻസിൻ്റെ ഭാഗമായിട്ട് പൈൽസിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് രക്തം കണ്ടെന്ന് വരാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കോളോറെക്ടൽ ക്യാൻസറിൻ്റെ ഒരു ഇനീഷ്യൽ സിംറ്റംസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണിക്കാം. ഇത് മാത്രമല്ല, അതിനോടൊപ്പം നമുക്ക് ഗ്യാസ്ട്രിക് ട്രബിൾ അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലപ്പം വയറുവേദനയായിരിക്കാം, എന്ത് ഫുഡ് കഴിച്ചാലും വയറ് വേദനിക്കുന്ന ഒരു പ്രശ്നങ്ങൾ, വെയിറ്റ് ലോസിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സിംറ്റംസ് കാണിക്കുമ്പോഴും അതൊരു കോളോറെക്ടൽ ക്യാൻസർ അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്റ്റൈനൽ ലൈനിങ്ങിൽ ഉണ്ടാവുന്ന ഒരു ക്യാൻസറിൻ്റെ സ്റ്റാർട്ടിങ് സിംറ്റമായിട്ടും നമുക്ക് ഈ മലം പോകുന്ന സമയത്ത് രക്തം കണ്ടെന്ന് വരാം. അതിനോടൊപ്പം തന്നെ ഡൈവേർട്ടിക്കുലൈറ്റിസ് എന്ന കണ്ടീഷൻസ്, അതായത് നമ്മുടെ ഇൻഡസ്റ്റൈൻസിന്റെ എൻഡ് പോർഷൻസിൽ ഉണ്ടാവുന്ന ആ ഒരു മ്യൂക്കസ് ലൈനിങ്ങിലൊക്കെ ഇൻഫ്ലമേഷൻസും നീർക്കെട്ടും സംഭവിച്ചിട്ട് അങ്ങനെ ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ചസിന്റെ എൻഡ് റിസൾട്ട് ആയിട്ടും മലം പോകുന്ന സമയത്ത് രക്തം കാണിച്ചെന്ന് വരാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഇന്റേണൽ ഓർഗൻസിനെ എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ലൈക്ക് ഫാറ്റി ലിവറോ അല്ലെ അതിൻ്റെ എൻഡ് റിസൾട്ട് ആയിട്ട് സിറോസിസ് കണ്ടീഷൻസ് ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ ആയാലും മലത്തോടൊപ്പം രക്തം കണ്ടെന്ന് വരാം. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു ലക്ഷണങ്ങളൊക്കെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് രക്തം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. ചിലപ്പോൾ അത് പൈൽസ് ആവാം, അല്ലെങ്കിൽ മറ്റ് പല കോസസ് കൊണ്ടും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കോസസിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുക, കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് അതിന് ഫോളോ അപ്പ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ഡയറ്റ് മോഡിഫിക്കേഷൻസും ചെയ്യാൻ ശ്രമിക്കുക. അത്യാവശ്യം നമ്മളെ ഡയറ്റിൽ കുറച്ച് ക്രമീകരണങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തന്നെ ഒരുവിധം ദഹന ബുദ്ധിമുട്ടുകളും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഈ കോൺസ്റ്റിപ്പേഷൻ, ഫിഷർ, പൈൽസ് പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ പൈൽസിൻ്റെ ഒക്കെ പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സിറ്റ്സ് ബാത്ത് ഫോളോ ചെയ്യാം. ഒരു ബേസിനിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു യൂറോപ്യൻ ക്ലോസറ്റിലോ ഒക്കെ ഇരിക്കുന്ന ആ ഒരു പോസ്ചറിൽ അതിലിരുന്നിട്ട് ഒന്ന് ആ ഒരു ഏരിയാസ് ഒന്ന് ഹീലാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സാൾട്ടിൻ്റെ ഒരു ആക്ഷൻ കാരണം അത് ഹീലായി പോകുന്നതാണ്. പിന്നെ ഭക്ഷണം ക്രമീകരിക്കുക. കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത്യാവശ്യം വർക്കൗട്ട്, ബവൽ മൂവ്മെൻറ്റ്സ് നന്നായിട്ട് കൊടുക്കുന്ന ഒരു സ്ട്രെച്ചിങ് സ്ട്രെങ്തനിങ് വർക്കൗട്ടുകൾ ചെയ്യാൻ ശ്രമിക്കുക. അത്യാവശ്യം വെള്ളം കുടിക്കുക. ഒരു 3 ലിറ്റർ എങ്കിലും മിനിമം നമ്മുടെ ശരീരത്തിൽ ജലാംശം എത്തിയിരിക്കുക. പിന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. ഗ്ലൂട്ടൻ, മധുര പലഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, അതായത് മെയിൻലി ഉള്ള ഇത്തരം ടോക്സിൻസ് അല്ലെങ്കിൽ പോയിസൺസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് ഒന്ന് കുറച്ച് നിർത്തുക. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഈ ബുദ്ധിമുട്ടുകളെ നമുക്ക് റൂട്ട് കോസ് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.